വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് ഞാൻ പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. കേരളത്തിൽ നിന്ന് ഒരു മന്ത്രി ഉണ്ടാകാനുള്ള സാധ്യത, ഒരു ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്ന് മന്ത്രി ഉണ്ടാവാനുള്ള സാധ്യത തെളിയുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഒരു വലിയ ബ്രേക്കിങ്ങിലേക്ക് പോകുന്നു. കേരളത്തിൽ ജോർജ് കുര്യൻ BJP-യിൽ നിന്നും മന്ത്രിയായേക്കുമെന്ന സൂചനയാണ് ഈ ഘട്ടത്തിൽ എത്തുന്നത്. കേരളത്തിൽ BJP-യിൽ നിന്ന് ജോർജ് കുര്യൻ കേന്ദ്രമന്ത്രിയായേക്കുമെന്ന സൂചനകൾ വരുന്നു. കേരളത്തിൽ ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന വോട്ടിൻ്റെ ഒരു വലിയ പരിഗണന കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ കേരളത്തിൽ ജോർജ് കുര്യനെ മന്ത്രിയാക്കാനുള്ള സാധ്യതയുണ്ട് എന്ന സൂചന വരുന്നത്. ജോർജ് കുര്യന് ടെലിഫോൺ വന്നിട്ടുണ്ടോ എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ജോർജ് കുര്യൻ മന്ത്രിയാകാനുള്ള സാധ്യതയെന്നാണ് ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് ലഭിക്കുന്ന സൂചന. ഡൽഹിയിൽ ചർച്ചകൾ പുരോഗമിക്കുകയാണ്. കേരളത്തിൽ നിന്നൊരു മന്ത്രിയാണെങ്കിൽ അതാര് എന്നതാണ് ചോദ്യം. ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്ന്, ക്രിസ്തുമത വിഭാഗത്തിൽ നിന്ന് ഒരു മന്ത്രിയെ കൊണ്ടുവരേണ്ടതുണ്ട്. അവിടെ സോഷ്യൽ എഞ്ചിനീയറിംഗ് ഇനിയും പൂർത്തിയാക്കാത്തൊരു സോഷ്യൽ എഞ്ചിനീയറിംഗ് ഉണ്ട്. ഇത്തവണ ഫലം കണ്ടൊരു സോഷ്യൽ എഞ്ചിനീയറിംഗ് ഉണ്ട്. തിരുവനന്തപുരത്ത് ഫലം കണ്ടില്ലെങ്കിലും കോട്ടയത്ത് ഫലം കണ്ടില്ലെങ്കിലും തൃശ്ശൂരിൽ ക്രിസ്തുമത വിഭാഗത്തിലെ വോട്ടുകൾ എൻ ബ്ലോക്കായി തന്നെ സുരേഷ് ഗോപിക്ക് പോകുന്നൊരു സാഹചര്യമുണ്ടായിരുന്നു. ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ ജോർജ് കുര്യനെ മന്ത്രിയാക്കാനുള്ള നീക്കം നടക്കുന്നത് എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കുന്ന സൂചന. അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ നിന്ന് ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്നൊരു മന്ത്രി ഉണ്ടാവും. ആ മന്ത്രിയുടെ പേര് ജോർജ് കുര്യനാകാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. സുരേഷ് ഗോപി മന്ത്രിയാകുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും അനിശ്ചിതത്വം നിൽക്കുന്നു. സുരേഷ് ഗോപി തന്നെ ഇപ്പോൾ ഈ ഘട്ടത്തിൽ പരിഗണിക്കേണ്ടതില്ല എന്ന് കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചതായുള്ള സൂചനകളുമുണ്ട്. ആ രണ്ട് വാർത്തകളും നമുക്ക് സ്ഥിരീകരിക്കണം. ഇത് രണ്ടും സൂചനകൾ മാത്രമാണ്. പക്ഷേ ജോർജ് കുര്യന് മന്ത്രിസ്ഥാനം ലഭിച്ചേക്കാനുള്ള സൂചനയുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ ദില്ലിയിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ. കേരളത്തിലെ സോഷ്യൽ എഞ്ചിനീയറിംഗിൻ്റെ ഭാഗമായി കേരളത്തിൽ നിന്ന് ക്രിസ്തു വോട്ടുകളെ പൂർണ്ണമായും BJP ബ്ലോക്കിലെത്തിക്കാനുള്ള ശ്രമം നേരത്തെ ഉണ്ടായിരുന്നു. വിവിധ സഭാ നേതാക്കളുമായി ചർച്ചകൾ നടത്തിയതും BJP നേതാക്കൾ, പ്രത്യേകിച്ച് PS ശ്രീധരൻപിള്ളയുടെ നേതൃത്വത്തിൽ നേരത്തെ തുടങ്ങിയ ഒരു വലിയ പ്രോജക്റ്റ് ഇപ്പോൾ അതിൻ്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് അടുക്കുകയാണ്. വിവിധ ക്രൈസ്തവ സഭകളിൽ നിന്നുള്ള പിന്തുണ BJPക്ക് ഏറി വരുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ജോർജ് കുര്യനെ മന്ത്രിയാക്കാനുള്ള ഒരു നീക്കം നടക്കുന്നത് എന്നാണ് സൂചന. നോബൽ, ഇത് സ്ഥിരീകരിക്കാൻ സാധിക്കുമോ? അത് ജോർജ് കുര്യനെ മന്ത്രിയാക്കാൻ പോകുന്നു എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പിക്കാൻ കഴിയുന്ന സാഹചര്യത്തിലാണോ? സൂചന ശക്തമാണോ? അരുൺ, അത്തരത്തിലുള്ള സൂചനകളാണ് ഈ ഘട്ടത്തിൽ പുറത്തേക്ക് വരുന്നത്. നേരത്തെ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി ആകും എന്തായിരുന്നു വാർത്തകൾ ഉൾപ്പെടെ ഇടം പിടിച്ചത്. എന്നാൽ ക്യാബിനറ്റ് പദവി അദ്ദേഹത്തിന് ഇല്ലാത്തത് അദ്ദേഹത്തെ പിന്നോട്ട് വലിച്ചു എന്നടക്കമുള്ള ചില സൂചനകൾ പുറത്തേക്ക് വരുന്നുണ്ട്. ക്യാബിനറ്റ് മന്ത്രി ആകാനായിരുന്നു അദ്ദേഹത്തിന് താല്പര്യം എന്നാണ് ഇപ്പോൾ വിവരം ഉള്ളത്. ആ പശ്ചാത്തലത്തിലാണ് ജോർജ് കുര്യനിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. അദ്ദേഹം നേരത്തെ തന്നെ ദേശീയ തലത്തിൽ പ്രവർത്തിച്ച ആൾ കൂടിയാണ്. അതുപോലൊപ്പം തന്നെ BJPയുടെ ശക്തനായ നേതാവ് കൂടിയാണ്. ഒപ്പം ന്യൂനപക്ഷ വിഭാഗത്തിലുള്ള ആൾ കൂടിയാണ് എന്നാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. തൃശ്ശൂർ അടക്കമുള്ള സ്ഥലങ്ങളിൽ ഈ ന്യൂനപക്ഷ വിഭാഗം, പ്രത്യേകിച്ച് ക്രിസ്ത്യൻ വിഭാഗത്തിന് കൃത്യമായ പ്രാതിനിധ്യവും അതോടൊപ്പം തന്നെ കൃത്യമായ പിന്തുണയും BJPക്ക് ലഭിച്ച സാഹചര്യം കൂടിയുണ്ട്. ആ പശ്ചാത്തലത്തിൽ കൂടിയാണ് ജോർജ് കുര്യൻ്റെ പേര് കൂടി പരിഗണനയിലേക്ക് ഉള്ളതായി ഇപ്പോൾ വിവരം ഉള്ളത്. ചർച്ചകൾ അതിൽ അവസാന ഘട്ടത്തിലാണ് എന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ ജോർജ് കുര്യൻ മന്ത്രിസഭയിലേക്ക് എത്താനുള്ള സാധ്യതകൾ ഈ ഘട്ടത്തിൽ എന്താണെങ്കിലും തള്ളിക്കളയാൻ കഴിയില്ല. സുരേഷ് ഗോപിയിലായിരുന്നു ഇത്രയും നാൾ, പ്രത്യേകിച്ച് ഈ വിജയിച്ചു വന്ന ഏക MP എന്ന നിലയിൽ സുരേഷ് ഗോപി തന്നെ മന്ത്രിയാകും എന്തായിരുന്നു വാർത്തകൾ ഉൾപ്പെടെ ഇടം പിടിക്കുകയും BJP വൃത്തങ്ങൾ നൽകിയ സൂചനയും. പക്ഷേ അതിൽ ചില മാറ്റങ്ങൾ, പ്രത്യേകിച്ച് ഈ ക്യാബിനറ്റ് പദവിയുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളാണ് ഇതിൽ സുരേഷ് ഗോപി പിന്നോട്ട് പോകാൻ കാരണം എന്താണ് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത്. അത് BJPക്ക്, പ്രത്യേകിച്ച് BJP സംബന്ധിച്ചാണെങ്കിൽ 2019 സാഹചര്യമല്ല എന്ന് നമുക്കറിയാം. ഘടകകക്ഷികൾക്ക് കൂടുതൽ സീറ്റുകൾ വിട്ടുകൊടുക്കേണ്ട സാഹചര്യമുണ്ട്. അത്തരത്തിൽ ഒരു പ്രതിസന്ധിയുടെ സ്വാഭാവികമായും അങ്ങനെ വരുമ്പോൾ സീറ്റുകൾ അത് പൂർണ്ണമായും BJPയുടെ പ്രധാനപ്പെട്ട പല നേതാക്കളെയും ക്യാബിനറ്റ് പദവിയിൽ എത്തിക്കേണ്ടതുള്ളത് കൊണ്ട് തന്നെ ഇത്തരത്തിൽ സുരേഷ് ഗോപിക്ക് അത്തരത്തിൽ ക്യാബിനറ്റ് പദവി നൽകാൻ കഴിയില്ല എന്നടക്കമുള്ള കാര്യങ്ങളിലേക്ക് ചർച്ചകൾ പോയി എന്നാണ് മനസ്സിലാകുന്നത്. സ്വതന്ത്ര മന്ത്രിസ്ഥാനമാണ് അദ്ദേഹത്തിന് വാഗ്ദാനം ചെയ്തത് എന്നാണ് വിവരമുള്ളത്. എന്താണെങ്കിലും നിലവിലത്തെ സാഹചര്യത്തിൽ ജോർജ് കുര്യൻ്റെ പേര് സജീവമായി തന്നെ ചർച്ചകളിൽ ഉണ്ട്. ആ ചർച്ചകൾ ഇപ്പോൾ അതിൻ്റെ അവസാന ഘട്ടത്തിലാണ്. ഇനിയിപ്പോൾ മണിക്കൂറുകൾക്കകം തന്നെ ഇതിൽ തീരുമാനം ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ ജോർജ് കുര്യനാകും കേരളത്തിൽ നിന്ന് കേന്ദ്രമന്ത്രിസഭയിൽ എത്തുക എന്ന വിവരമുണ്ട്. പ്രത്യേകിച്ച് ഞാൻ ആദ്യമേ സൂചിപ്പിച്ച ഈ ന്യൂനപക്ഷ പ്രാതിനിധ്യം അടക്കം അതുവഴി പരിഹരിക്കാൻ കഴിയും എന്നുകൂടി ജോർജ് കുര്യൻ്റെ സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നു എന്നാണ് ഈ ഘട്ടത്തിൽ വിവരം ഉള്ളത്. ഓക്കെ, നോബൽ മാരിക്കാരനാണ് ഇപ്പോൾ നമുക്കൊപ്പം ചേർന്നിരിക്കുന്നത്. ഇപ്പോൾ തിരക്കിട്ട ചർച്ചകൾ നടക്കുകയാണ് ദില്ലിയിൽ. അർജുൻ റാം മേഘ്വാളിന്, അനുപ്രിയ പട്ടേൽ അപ്നാദളിൽ നിന്ന് സർബാനന്ദ് സോനോവാളിന് ഒക്കെ സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് ഇപ്പോൾ ക്ഷണിച്ചിരിക്കുന്നു എന്ന് മാത്രമല്ല, സത്യപ്രതിജ്ഞ ചെയ്യാൻ ഒരുങ്ങിക്കൊള്ളാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കോൺഗ്രസിനും
ഇപ്പോൾ ജോർജ് കുര്യൻ കേരള ഹൗസിൽ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ജോർജ് കുര്യൻ്റെ പേരാണ് ആദ്യഘട്ടത്തിൽ ഇപ്പോൾ പരിഗണിക്കുന്നത്. തീർച്ചയായും ക്രൈസ്തവ വിഭാഗത്തിൻ്റെ പിന്തുണ ഈ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഗുണകരമായിരുന്നു എന്നതിൻ്റെ വിലയിരുത്തലിൽ കൂടിയാണ് ജോർജ് കുര്യൻ. ഏറെക്കാലമായി ജോർജ് കുര്യൻ നമ്മളടക്കമുള്ള ടെലിവിഷൻ ചാനലുകളിൽ അതിഥികളെയൊക്കെ കൃത്യമായി തന്നെ എത്തിച്ചുകൊണ്ടിരുന്ന ഒരു നേതാവ് കൂടിയാണ്. അദ്ദേഹം മുതിർന്ന സംസ്ഥാന നേതാവ് കൂടിയാണ്. മാത്രമല്ല നരേന്ദ്രമോദി കഴിഞ്ഞ തവണ പത്തനംതിട്ടയിൽ എത്തിയപ്പോൾ പരിഭാഷ നിർവഹിച്ചതും ഈ ജോർജ് കുര്യൻ തന്നെയായിരുന്നു. ജോർജ് കുര്യൻ കേരളത്തിന്റെ പ്രതിനിധിയായി ഒരുപക്ഷെ കേന്ദ്രമന്ത്രിസഭയിലെത്താനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. അങ്ങനെയാണെങ്കിൽ ജോർജ് കുര്യനെ രാജ്യസഭയിൽ നിന്നായിരിക്കും പാർലമെന്റിലേക്ക് എത്തിക്കുക. അതിനാണ് ഒരുപക്ഷെ നീക്കം നടക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു. സുരേഷ് ഗോപി ആദ്യഘട്ടത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുമോ എന്ന തരത്തിൽ ഒരു ചെറിയ അനിശ്ചിതത്വം ഈ ഘട്ടത്തിലും ബാക്കി നിൽക്കുന്നുണ്ട്. സുരേഷ് ഗോപി ഉച്ചയ്ക്ക് ശേഷമായിരിക്കും ഡൽഹിയിലേക്ക് പോവുക. നിലവിൽ